പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ്. ഫിത്ർ സക്കാത്തിനെ കുറിച്ച് ഒരുപാട് ആളുകൾ തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഫിത്ർ സക്കാത്തിനെ കുറിച്ച് പല സംശയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും എല്ലാ തെറ്റിദ്ധാരണകൾക്കുള്ള മറുപടി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് 3 അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടുക. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്, അഥവാ ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ്. പരിശുദ്ധമായ റമളാൻ മാസം കഴിഞ്ഞ് പെരുന്നാൾ ശവ്വാൽ മാസം കാണുന്ന സമയത്ത് ഓരോ മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ മേലിലും നിർബന്ധമായ ഒരു സക്കാത്താണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അധിക ആളുകളും ഫിത്ർ സക്കാത്തിൽ നിന്ന് ഒഴിവല്ല എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഫിത്ർ സക്കാത്തിനെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇന്ന സ്വദഖത്തൽ ഫിത്രി, നിശ്ചയം ഫിത്ർ സക്കാത്ത് ലിസ്സൗമി കസദതി സഹ്വി ലിസ്വലാത്തി, നിസ്കാരത്തിൽ വല്ല അപാകതകളും സംഭവിച്ചാൽ, നിസ്കാരത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്ത് നമ്മൾ മറന്നാൽ, നിസ്കാരത്തിൽ നമ്മൾ കുനൂത്ത് മറന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം സലാം വീട്ടുന്നതിന്റെ മുമ്പ് 2 സുജൂദ് ചെയ്യലാണ്, സഹ്വിന്റെ സുജൂദ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ നോമ്പിൽ വന്ന അപാകതകൾക്ക് പകരം, നോമ്പിൽ വന്ന ന്യൂനതകൾക്ക് പകരം നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ഇത്രയും കാലം അള്ളാഹുവിനോട് ചോദിച്ചത് നരകമോചനത്തിനെ കുറിച്ചാണ്. നരകത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം കാവൽ ചോദിച്ചിട്ടുണ്ട്. ആ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷ വേണമെങ്കിൽ ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുത്തു വീട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ യസീറു സൗമുഹു മഖ്ബൂല, നമ്മളെ നോമ്പ് അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ, നമ്മളെ നോമ്പ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ യഖ്റുജു മിൻ ഖബരിഹി ആമിന, ഖബറിൽ നിന്ന് സന്തോഷവാന്മാരായി, ഖബറിൽ നിന്ന് നല്ല സന്തോഷത്തോടുകൂടെ മഹ്ശറയിലേക്ക് പോകാൻ കഴിയുന്ന വിഭാഗമാണ് ഫിത്ർ സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നവര് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഫിത്ർ സക്കാത്തുമായി ഒട്ടനവധി മഹത്വങ്ങൾ നബി തങ്ങൾ പഠിപ്പിച്ചതായി പല ഹദീസുകളിലും ഉണ്ട്. അത് മുഴുവനും നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആരാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ആരുടെ മേലിലാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധാകുക? അത് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. തന്റെയും തനിക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പെരുന്നാൾ ദിവസത്തെ പകലിലെയും രാത്രിയിലെയും ചെലവൊഴിച്ച് ബാക്കി ഒരാളെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ശരിക്കും മനസ്സിലാക്കണം, നമ്മളുടെ ചെലവ്, അതുപോലെ നമ്മൾക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ ഉണ്ടാവും, അവരുടെ ചെലവും ഒഴിച്ച്, നമ്മളെ കടങ്ങൾ വീട്ടാനുള്ള ക്യാഷും ഒഴിച്ച് ബാക്കി നമ്മളെ കയ്യിൽ ക്യാഷ് വരുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ ഫിത്ർ സക്കാത്ത് ഫക്കീറും കൊടുക്കേണ്ടി വരും, മിസ്കീനും കൊടുക്കേണ്ടി വരുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? എല്ലാ സമയത്തും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഒരു സമയം മഹാന്മാര് തീരുമാനിച്ചിട്ടുണ്ട്. നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ, നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പായി ഫിത്ർ സക്കാത്ത് കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പായി ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട്ടലാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മളെ കുടുംബക്കാര് ചിലപ്പോ വരാണ്ടാവും, വിരുന്നു പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നമ്മളെ അയൽവാസികൾ വിരുന്നു പോയിട്ടുണ്ടാവും. സാധാരണ നമ്മൾ ഫിത്ർ സക്കാത്ത് നമ്മളെ പാവപ്പെട്ട കുടുംബക്കാർക്കാണ് കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ പാവപ്പെട്ട അയൽവാസികൾക്കാണ് കൊടുക്കാറുള്ളത്. അവര് വിരുന്നു പോയിക്കാണ്, അവര് അസർക്കേ വരുള്ളൂ.
പെരുന്നാൾ ദിവസത്തിന്റെ അസർക്കേ വരികയുള്ളൂ. എന്നാൽ അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾക്ക് ഫിത്ർ സക്കാത്ത് അസർ വരെയോ മഗ്രിബിന്റെ മുമ്പായി നമ്മൾക്ക് അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് പിന്തിക്കാവുന്നതാണ്. അതിന് വിരോധമില്ല. മഗ്രിബിയും വിട്ട് പിന്തിക്കൽ ഹറാമാണ് എന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ കുടുംബക്കാരെ പ്രതീക്ഷിക്കണ്ട. അവര് മഗ്രിബ് കഴിഞ്ഞാലും വരൂല, ഇശ കഴിഞ്ഞിട്ടാണ് വരികയെങ്കിൽ നാട്ടിൽ വേറെ പാവപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഹറാമാകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? പലരും ചോദിക്കാറുണ്ട്. ഇത് എന്റെ ഫിത്ർ സക്കാത്ത് ആകുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി, അവരോട് പ്രത്യേകം പറയണം എന്നൊന്നുമില്ല, പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെ മനസ്സിൽ നിയ്യത്ത് കരുതൽ നിർബന്ധമാണ്. അത് ഏത് സൽക്കർമാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നമ്മള് ക്യാഷിന്റെ സക്കാത്ത് കൊടുക്കുകയാണെങ്കിലും നിയ്യത്ത് നിർബന്ധമാണ്, നിസ്കരിക്കുകയാണെങ്കിലും നിയ്യത്ത് നിർബന്ധമാണ്, ഉളു എടുക്കുകയാണെങ്കിൽ നിയ്യത്ത് നിർബന്ധമാണ്, ഹജ്ജിന് ഇഹ്റാം കെട്ടുകയാണ് നിയ്യത്ത് നിർബന്ധമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, സൽക്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് ബിന്നിയാത്ത്, നീയത്തുകളെ കൊണ്ടാണ്. അപ്പൊ നീയത്ത് വെച്ച് കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അരിങ്ങനെ വാരിക്കൊടുക്കുന്ന സ്വഭാവം നമ്മൾക്കുണ്ടാവരുത്. ഇതൊരു സൽക്കർമ്മമാണ്, മാത്രമല്ല നമ്മളുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് നീയത്ത് വെക്കാതെ ഫിത്ർ സക്കാത്ത് കൊടുക്കരുതേ എന്ന് സാന്ദർഭികമായി എന്റെ മുത്തുമോമിനികളെ ഉണർത്തുകയാണ്. എവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? അതും പല ആളുകൾക്കും സംശയം ഉണ്ടാകും. പെരുന്നാൾ മാസം കാണുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ കുട്ടികളൊക്കെ വിരുന്നു പോയിക്കണു, അപ്പൊ എവിടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? എവിടെയാണോ വിരുന്നു പോയത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്, അല്ലാതെ ഭർത്താവിന്റെ നാട്ടിലല്ല. ഭാര്യ വിരുന്നു വയ്ക്കുകയാണെങ്കിൽ ഭാര്യയുടെ വീടിന്റെ അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഭർത്താവിന്റെ നാട്ടിൽ കൊടുത്താൽ പറ്റുകയില്ല. അതാണ് മസ്അല. അങ്ങനെയാണ് നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഭർത്താവിന്റെ ഫിത്ർ സക്കാത്ത് എവിടെ കൊടുക്കുക? അത് ഗൾഫിലാണ് കൊടുക്കേണ്ടത്. മക്കള് ഗൾഫിലാണെങ്കിൽ മക്കളുടെ ഫിത്ർ സക്കാത്ത് എവിടെയാണ് കൊടുക്കുക? അത് ഗൾഫിലാ കൊടുക്കേണ്ടത്. അത് നാട്ടിൽ കൊടുത്താൽ പറ്റൂല. അങ്ങനെയാണ് പ്രബലമായ മസ്അല. ഇനി ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയ ആളുകൾക്ക് ചിലപ്പോ അവിടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാനോ അതല്ലെങ്കിൽ വാങ്ങാനോ ആളുകൾ ഉണ്ടാകൂല. അപ്പൊ എന്താ ചെയ്യാ? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മാത്രം അതിന്റെ ക്യാഷ് നാട്ടിലേക്ക് അയച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് അരി വാങ്ങി കൊടുക്കാൻ പറയണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ആരും വാങ്ങാനില്ലെങ്കിൽ, അർഹതപ്പെട്ട ആളുകൾ ഇല്ലെങ്കിൽ, അരി ആരും വാങ്ങുന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ക്യാഷ് നാട്ടിലേക്ക് കൊടുത്തയച്ച് നാട്ടിൽ വാങ്ങി കൊടുക്കാൻ പറയേണ്ടത്. അല്ലാതെ വെറുതെ നാട്ടിൽ വാങ്ങി കൊടുക്കാൻ വിളിച്ച് പറയാൻ പറ്റൂല. ഫിത്ർ സക്കാത്ത് സ്വഹീഹാവുകയില്ല. അള്ളാഹു നമ്മളുടെ ഇബാദത്തുകൾ മുഴുവനും കബൂൽ ചെയ്യട്ടെ. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരാൾ എറണാകുളത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ എറണാകുളത്താണ് അവന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. സാധുവായ ഞാൻ ജോലി ചെയ്യുന്നത് താനൂരാണ്, ചീരാങ്ങടപ്പുറത്താണ്. എന്റെ വീട് മണ്ണാർക്കാടാണ്. അപ്പൊ മാസം കാണുന്ന സമയത്ത് ഞാൻ ഇവിടെ താനൂര് ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഞാൻ എന്റെ ജോലി സ്ഥലത്താണ് ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുക്കേണ്ടത്. എന്റെ നാട്ടിൽ കൊടുത്താൽ പറ്റുകയില്ല. എന്റെ കുട്ടികൾക്കും മക്കളതൊക്കെ അത് നാട്ടിൽ കൊടുക്കണം. അത് ഞാൻ ഇവിടെ വാങ്ങിക്കൊടുത്താൽ പറ്റുമോ? അതും പറ്റൂല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഇനി പലരുടെയും സംശയമാണ്, എന്താണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആ നാട്ടിലെ മുഖ്യമായ ഭക്ഷണമാണ്. അപ്പൊ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ മുഖ്യമായ ഭക്ഷണം അരിയാണ്. എല്ലാവരും കഴിക്കുന്ന ഒന്നാണ്. എല്ലാ വീടുകളിലുണ്ട് ചോറ്, അരി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ കൊടുക്കേണ്ടത് അരിയാണ്. അരി തന്നെ കൊടുക്കണം. അരി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നല്ല അരി വാങ്ങി കൊടുക്കണം. ചില ആളുകൾ പുഴുക്കളുള്ള അരി കൊടുക്കും. അതുപോലെ തന്നെ വെള്ളം നനഞ്ഞ് പൂപ്പൽ പിടിച്ച അരികളൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്ത് സാധുക്കളെ പറ്റിക്കരുത്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഇത് നമ്മളുടെ ഇബാദത്താണ്, ഇത് നമ്മളുടെ വിശ്വാസമാണ്. ഇസ്ലാം കാര്യം 5 ആണെങ്കിൽ അതിൽ പ്രധാനമായി എണ്ണിയതാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. ആ സക്കാത്ത് നമ്മൾ കൃത്യമായി നല്ല നിലക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നവരൊക്കെ നല്ല അരി തന്നെ വാങ്ങിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ ക്യാഷ് കൊടുക്കാൻ പറ്റുമോ? അരിയുടെ പൈസ കൊടുക്കാൻ പറ്റുമോ? അതല്ലേ അവർക്ക് കൂടുതൽ ഉപയോഗപ്പെടുക? പറ്റൂല. വലാ തുജ്സി ഖീമതുഹു, അതിന്റെ ക്യാഷ് പറ്റുകയില്ല, അതിന്റെ വില കൊടുക്കാൻ പറ്റുകയില്ല എന്ന് ഫത്വുൽ മുഈൻ അടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഭക്ഷണ സാധനം തന്നെ വാങ്ങി കൊടുക്കണം. നമ്മുടെ നാട്ടിലെ മുഖ്യമായ ഭക്ഷണ സാധനം അത് അരിയാണ്. അതുപോലെ തന്നെ എത്ര അളവിലാണ് നമ്മൾ അരി കൊടുക്കേണ്ടത്? ഒരു ചാക്കരി വാങ്ങി കൊടുക്കണോ? അങ്ങനെയല്ല. അതിന് ഒരു കണക്ക് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഒരു സാ ആണ് ഒരാളുടെ ഫിത്ർ സക്കാത്ത്.
ഒരു വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ ഒരാളുടെ ഫിത്ർ സക്കാത്ത് ഒരു സാ ആണ്, രണ്ടാളുണ്ടെങ്കിൽ 2 സാ ആണ്, 3 ആളുണ്ടെങ്കിൽ 3 സാ ആണ്. ഒരു സാ എന്ന് പറയുന്നത് 4 മുദ്ദാണ്. 4 മുദ്ദ് എന്ന് പറയുന്നത്, ഒരു മുദ്ദ് എന്ന് പറയുന്നത് 650 ഗ്രാം ആണ്. അപ്പൊ 4 650 ഗ്രാം കൂട്ടിയതാണ് ഒരു സാ. അതാണ് ഒരാളുടെ ഫിത്ർ സക്കാത്ത്. ഇതിന്റെ തൂക്കം എങ്ങനെ കണക്കാക്കുക? ശരിക്കും അതിന്റെ തൂക്കം പറയാൻ സാധിക്കൂല എന്നുള്ളതാണ് ഉസ്താദുമാര് പഠിപ്പിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? പല അരികളും പല തൂക്കമായിരിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കൃത്യമായ ഒരു തൂക്കം പറയാ? ജയ അരി വാങ്ങുന്ന ആളുകൾ ഉണ്ടാകും, ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റുള്ള അരികളൊക്കെ വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും. ഇതൊക്കെ വ്യത്യസ്തങ്ങളായ തൂക്കമായിരിക്കും. അപ്പൊ കൃത്യമായ ഒരു തൂക്കം നമ്മൾക്ക് പറയാൻ കഴിയൂല. അപ്പോൾ ഉസ്താദുമാര് പറയുന്നത് ഒരു 3 കിലോ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കുറയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ 2,800, അതല്ലെങ്കിൽ 2,700. നമ്മൾ പറ്റ താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ കുറയാൻ സാധ്യതയുണ്ട്. കുറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ അപകടമാണ്. കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, കുറഞ്ഞ പ്രശ്നമാണ്. അതുകൊണ്ട് കൊടുക്കുന്ന ആളുകളൊക്കെ ഒരു 3 കിലോനോ അതല്ലെങ്കിൽ ഒരു 2,800 ഒക്കെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ആർക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? അത് പല ആളുകളുടെയും ഒരു സംശയമാണ്. സക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ക്യാഷിന്റെ സക്കാത്ത് കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ പറയാറുണ്ട് 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന്. ആ 8 വിഭാഗം ആളുകൾക്ക് തന്നെയാണ് ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത്. പാവപ്പെട്ട ആളുകള്, ഫക്കീറ്, മിസ്കീന്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകള്, സക്കാത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകള്, ഇവർക്കൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി പല ആളുകളും ചോദിക്കാറുണ്ട്, നമ്മൾക്കൊരാൾ ഫിത്ർ സക്കാത്ത് തന്നു, ആ ഫിത്ർ സക്കാത്ത് നമ്മളുടെ ഫിത്ർ സക്കാത്തായി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമുക്കിപ്പോ ഒരാൾ ഫിത്ർ സക്കാത്ത് കൊണ്ടുവന്നു, ആ ഫിത്ർ സക്കാത്ത് നമ്മളെ ഫിത്ർ സക്കാത്തായി മറ്റുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ പല ആളുകളും ചോദിക്കാറുണ്ട്, ഒരു ഫിത്ർ സക്കാത്ത് ഒരു വീട്ടിൽ 12 ആളുണ്ടെങ്കിൽ ആ 12 ആളുകളുടെയും ഫിത്ർ സക്കാത്ത് ഒരു വീട്ടിലേക്ക് മാത്രം കൊടുക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് സക്കാത്തിന്റെ അർഹതപ്പെട്ട ഈ വ്യത്യസ്തങ്ങളായ ആളുകൾക്ക് കൊടുക്കലാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. ഒരു വീട്ടുകാർ മാത്രമൊന്നുമല്ല പാവപ്പെട്ട ആളുകൾ ഉണ്ടാകുക. ഒരുപാട് പാവപ്പെട്ട ആളുകൾ നമ്മളെ കുടുംബങ്ങളിൽ ഉണ്ടാകും. അവർക്കൊക്കെ അല്പാൽപ്പം കൊടുക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നാട്ടിൽ അർഹതപ്പെട്ട ആളുകളില്ലെങ്കിൽ എന്താണ് ചെയ്യുക? അപ്പൊ നമ്മളെ മഹല്ലിലും നമ്മളെ വീടിന്റെ പരിസരത്തൊന്നും ഫിത്ർ സക്കാത്തിന് അർഹതപ്പെട്ട ആളുകളില്ലെങ്കിൽ എന്താണ് ചെയ്യുക? അടുത്ത മഹല്ലിലേക്ക് കൊടുക്കുക. അടുത്ത നാട്ടിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, കാരണം നമ്മളെ നാട്ടിൽ ആരും ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? അടുത്ത ഓപ്ഷനാണ് മറ്റുള്ള മഹല്ലിലേക്ക് നീക്കം ചെയ്യുക എന്നുള്ളത്. അതുപോലെ നോമ്പ് 30ന്റെ അന്ന് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അഥവാ പാല് കുടിക്കുന്ന കുട്ടികൾ ഉണ്ടാവും, പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾ ഉണ്ടാവും, അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പെരുന്നാളിന്റെ തലേ ദിവസം അഥവാ 30ാമത്തെ നോമ്പിന്റെ അന്ന് ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് സക്കാത്ത് കൊടുക്കണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ കുട്ടിക്കും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്, ആ കുട്ടിയുടെ രക്ഷിതാവിന്. അതുപോലെ തന്നെ 30ാമത്തെ ദിവസം രാത്രി ഒരാളാണ് മരണപ്പെട്ടു, 30ാമത്തെ നോമ്പിന്റെ അന്ന് ഒരാൾ മരണപ്പെട്ടാൽ എന്റെ പ്രിയമുള്ളവരെ അയാളുടെയും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ പലരും ചോദിക്കാറുണ്ട്, ഭാര്യ ഒക്കെ വിരുന്നുപോയി, അവരെ വീട്ടിലേക്ക് പെരുന്നാളല്ലേ, വിരുന്നു പോയാൽ അവരുടെ ഫിത്ർ സക്കാത്ത് അവളുടെ ഉപ്പയാണോ കൊടുക്കേണ്ടത്? അങ്ങനെ പലരും ചോദിക്കാറുണ്ട്. അല്ല, അവളുടെ ഭാര്യയുടെ ഉപ്പയുടെ മേൽ ഒരു നിർബന്ധമില്ല. അവളെ ഫിത്ർ സക്കാത്തിന്റെ ക്യാഷ് ഇവിടുന്ന് കൊടുത്തയക്കേണ്ടത് ഭർത്താവാണ്. എന്നിട്ട് അവൾ അവിടുന്ന് ഫിത്ർ സക്കാത്ത് വാങ്ങിക്കൊടുക്കണം, ഭക്ഷണ സാധനം തന്നെ വാങ്ങിക്കൊടുക്കണം, അരി വാങ്ങിക്കൊടുക്കണം. പലരും ചോദിക്കാറുണ്ട്, അരിപ്പൊടി കൊടുക്കാൻ പറ്റുമോ എന്ന്. സാധാരണ അരിപ്പൊടി നമ്മുടെ നാട്ടിലൊക്കെ നല്ല പത്തിരി ചൂടും ദോശയൊക്കെ ചൂടാറുണ്ട്. അരിപ്പൊടി കൊടുക്കാൻ പറ്റുമോ? മൈദ കൊടുക്കാൻ പറ്റുമോ? മാവ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പറ്റൂല. നമ്മളെ നാട്ടിൽ മുഖ്യമായ ഭക്ഷണം അരി തന്നെയാണ്. അപ്പൊ അരി തന്നെ വാങ്ങിക്കൊടുക്കുക. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇനി ഫിത്ർ സക്കാത്തുമായി ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കൃത്യമായി ഞാൻ അതിന് മറുപടി തരും. അതുപോലെ തന്നെ നമ്മളെ ഈ ക്ലാസ് നിങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് പിന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാത്ത ഒരു സ്വഭാവം ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ നിങ്ങൾ പിശുക്കത്തരം കാണിക്കരുത്. നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ നമ്മളെ ക്ലാസ് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.